നമസ്കാരം. വയലിൻ വാദന രംഗത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കേവലം 12 വയസ്സുള്ള ഗംഗ ശശിധരൻ എന്ന കലാകാരിയുടെ സംഗീതയാത്രയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. 12 വയസ്സുള്ള ഗംഗ ഒരു അസാധാരണ വയലിനിസ്റ്റാണ്. സംഗീതത്തോടുള്ള അഭിനിവേശം വളരെ തിളക്കമാർന്നതുമാണ്. കലകളോട് ആഴമായ വിലമതിപ്പുള്ള ഒരു പിന്തുണയുള്ള കുടുംബത്തിൽ നിന്നാണ് ഗംഗ വരുന്നത്. ചെറുപ്പം മുതലേ തന്നെ തൻ്റെ സംഗീതയാത്ര ആരംഭിച്ചു. കഴിവുള്ള ഇൻസ്ട്രക്ടർമാരുടെ മാർഗനിർദ്ദേശപ്രകാരം ക്ലാസിക്കൽ സാങ്കേതിക വിദ്യകളെ സമകാലിക സ്വാധീനങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു അതുല്യമായ ശൈലി വളരെ വേഗത്തിൽ ഗംഗ വികസിപ്പിച്ചെടുത്തു. സ്കൂൾ തലം മുതൽ തന്നെ വിവിധ വേദികളിൽ വയലിൻ അവതരിപ്പിച്ചു വരുന്നുണ്ട്. വിവിധ മത്സരങ്ങളിൽ ഗംഗയുടെ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രകടനത്തിനും സാങ്കേതിക വൈദഗ്ധ്യത്തിനും പലപ്പോഴും വലിയ അംഗീകാരങ്ങൾ ലഭിച്ചു. ഗംഗയുടെ പരിശീലന ദിനചര്യയിൽ തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സംഗീത ശകലങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനും എണ്ണമറ്റ മണിക്കൂറുകൾ ചിലവഴിക്കുന്നു. വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം സംഗീതത്തോടുള്ള തൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കിടുന്നതിലും ഗംഗയ്ക്ക് താൽപ്പര്യമുണ്ട്. കമ്മ്യൂണിറ്റി പരിപാടികളിലും വർക്ക്ഷോപ്പുകളിലും ഗംഗ പങ്കെടുക്കുന്നുണ്ട്. യുവ സംഗീതജ്ഞരെ പ്രചോദിപ്പിക്കുകയും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഊർജ്ജസ്വലമായ മനസ്സും സമർപ്പണവും കൊണ്ട് സംഗീത ലോകത്ത് തന്നെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഗംഗയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതും ആസ്വാദകർ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഗംഗ ഒരു താരമായി മാറി. അവിടെ നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വയലിൻ പ്രതിഭയിലേക്കുള്ള ഗംഗ ശശിധരൻ്റെ യാത്ര കഠിനമായ പരിശ്രമത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും സാമൂഹിക പിന്തുണയുടെയും ഫലമാണ്. 1.5 വയസ്സുള്ളപ്പോൾ തന്നെ വയലിനോടുള്ള തൻ്റെ ആജീവനാന്ത അഭിനിവേശം വളർത്തിയെടുത്തു. മലപ്പുറത്തെ വെളിയങ്കോട് ഐരൂർ സ്കൂളിൽ പഠിക്കുന്ന ഗംഗ 4.5 വയസ്സുള്ളപ്പോൾ തന്നെ വയലിൻ പഠിക്കാൻ തുടങ്ങി. വയലിൻ പഠിക്കുക എന്നത് അവരുടെ മാതാപിതാക്കളുടെ മാത്രം തീരുമാനമായിരുന്നില്ല, മറിച്ച് അന്തരിച്ച വയലിനിസ്റ്റ് ബാലഗോപാലിൻ്റെ ആത്മാർത്ഥമായ വായനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ് വയലിൻ എന്ന ഉപകരണം പഠിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആദ്യത്തെ തീപ്പൊരി വീണത് അമ്മ കൃഷ്ണവേണിയിൽ നിന്നാണെന്ന് ഗംഗ പറയുന്നു. അമ്മ